വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഓരോന്നിനെയും ക്രൂരമായിട്ട് ചിറ്റിയല്ലിന് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അടിച്ചടിച്ചടിച്ച് ഇടിച്ച് എന്നും പറയാം, ഇടിച്ചെന്നും പറയാം, അടിച്ചെന്നും പറയാം. ഓരോന്നിനെ തല്ലി തകർത്ത് കൊന്ന നമ്മുടെ അഫാനെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. പൊടിക്കുണ്ണു വാവയല്ലേ, 23 വയസ്സേ ആയുള്ളൂ. ഈ 23 വയസ്സേ ആയുള്ളെന്ന് ആളുകൾ പറയുന്നുണ്ട്. 23 വയസ്സിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്, വേറൊന്നുമല്ല. കുട്ടിക്ക് പഠിക്കണ്ട, നമ്മളെ അഫാൻ കുട്ടി പഠിച്ചില്ല, എന്തോ +2 വരെ എങ്ങനെ പോയായിരിക്കും, അറിയാൻ വയ്യ, ആയിരിക്കാം. +2 വരെയൊക്കെ പോയോളൂ. ഇപ്പം എൻ്റെ അഫാൻ കുട്ടിക്ക് എന്തിനാണ്? അഫാൻ കുട്ടി പറയണം എനിക്ക് പഠിക്കണം. എൻ്റെ ഉമ്മച്ചിയെ കാണണം, എൻ്റെ ഉമ്മച്ചി. ഇത് കേട്ട് കേട്ട് മടുത്ത്. ജയിലിനുള്ളിൽ ഇത് തന്നെ, നല്ല നല്ല ഫുഡ് ആകെ നിർബന്ധമാണ്. 4 മണിയാവുമ്പം എനിക്കൊരു കട്ടൻ ചായ വേണം. നമ്മുടെ അഫാൻ പറയണേ 4 മണിയാവുമ്പോൾ ഒരു കട്ടൻ ചായ നിർബന്ധം. എൻ്റെ അഫാൻ കുട്ട, പൊന്നോമന പുത്രനായ അഫാൻ കുട്ടൻ, ആ പിതാവിൻ്റെ, സത്യം പറഞ്ഞാൽ ആ പിതാവിനെ ഓർക്കുമ്പോൾ വിഷമം തോന്നിയാണ്. ആ ഉമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ, അഫാൻ്റെ ഉമ്മ ഷെമി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉമ്മാക്ക് ഒന്നും ഓർമ്മയില്ല, ഈ നടന്ന കാര്യങ്ങളൊന്നും ഉമ്മാക്ക് ഓർമ്മയിലേ ഇല്ല. രാവിലെ ആ ഇളയ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്, അതുമാത്രമേ ഓർമ്മയുള്ളൂ. സ്കൂളിൽ പറഞ്ഞു വിട്ടു, അതിനുശേഷം വന്ന് സോഫയിൽ ഇരുന്നു, പിന്നെ എന്തോ കുടിച്ചു, ചായ കുടിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇതിനു മുമ്പ് പറയുന്നതായിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല, അഫാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ല, കട്ടിലിൽ നിന്ന് വീണെന്നേ പറഞ്ഞോളൂ. രണ്ടാമത് അതിനുശേഷം മീഡിയയുടെ മുന്നിലൊക്കെ പറയുന്നുണ്ട്, കിടന്നുകൊണ്ട് 24-നോടാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ 24-നോടല്ല, പോലീസിൻ്റെ അടുത്താണ് പറഞ്ഞത്. അഫാൻ ഷോള് കഴുത്തിൽ ചുറ്റി ഭിത്തിയിലടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴ് കുറച്ച് ഓർമ്മ വന്നു, പിന്നെ അതിനുശേഷം വീണ്ടും ഓർമ്മ പോയി. അപ്പോൾ ഓർമ്മ വന്നും പോയി നിൽക്കണം. ഇപ്പം നല്ല ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോൾ പറയുന്ന എന്തോന്നാണ്, എൻ്റെ മോനൊരു പാവമായിരുന്നു, എൻ്റെ അഫാൻ മോനൊരു പാവമായിരുന്നു, ഒന്നിനെയും നോവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കടങ്ങൾ അഫാൻ വരുത്തി വെച്ചിട്ടില്ല, അഫാന് കടങ്ങളൊന്നുമില്ല, അഫാനല്ല കട എനിക്കാണ്. ഷെമി പറയുന്നത് കടം ഷെമിക്കാണ്, അഫാനല്ല. അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ട്. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. 10-25 ലക്ഷം രൂപയുടെ കടമുണ്ട്. കുറച്ചേ ഉള്ളു, കുറച്ച്. 25 ലക്ഷമേ ഉള്ളൂ കടം. ഈ 25 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് എവിടെ എത്തിയനെന്നറിയാം. 25 ലക്ഷമേ ഉള്ളൂ കടം. കടങ്ങളൊക്കെ തീർത്ത് കൊടുക്കുമായിരിക്കും ആളുകളെല്ലാം കൂടെ ചേർന്ന്. പിന്നെ 24 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. ചെറിയ മോന്, ആ മോന് മരിച്ചു കിടക്കുന്ന അടിച്ചു കൊന്നത് രംഗങ്ങളൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ മോനെ കൊന്നത് കൊണ്ട് ഷെമി പറയുന്ന എന്തേരാണ്, എനിക്കിനി അഫാനെ കാണണ്ട. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മോനെ ഉള്ളോ? ആ ഒരു പെൺകുട്ടി, ഒരു അന്യ പെൺകുട്ടിയല്ലേ, അതിലെന്ത് വിഷമം തോന്നാത്തത്? ഒരു അന്യ പെൺകുട്ടിയെ ക്രൂരമായിട്ടല്ലേ അടിച്ചു കൊന്നത് ചിറ്റിയല്ലിന്. അതിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വിഷമമില്ലേ? ഈ അഫാന് പഠിക്കണമെന്നും പറഞ്ഞ് ജയിലിന് അകത്ത് കിടന്നിട്ട് കാണിക്കുന്നു വെളിയിലിറങ്ങാൻ വേണ്ടിയിട്ട്. ഈ പെൺകുട്ടി നല്ലോണം പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ഇതിന് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അപ്പം അവർ പറയുന്ന എന്തോന്നാണ്, വേറെ ഒന്നും ഓർമ്മയില്ല. പിന്നെ പോലീസ് വന്ന് ജനലിലിട്ട് അടിക്കണതേ ഓർമ്മയുള്ളൂ. ചിലപ്പോൾ ശരിയായിരിക്കാം, ഈ അടിയുടെ ആഘാതത്തിൽ ഓർമ്മ പോയി കാണും. പറയണയൊക്കെ കേൾക്കുമ്പം ഒരു എന്തോ അത്ര അങ്ങോട്ട് പോരാ, എന്തൊക്കെയോ മറച്ച് പിടിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ട്. അത് എല്ലാവർക്കും അറിയാം, എന്തോ മനസ്സിലുണ്ട്. അത് മോനെ സംരക്ഷിക്കാൻ വേണ്ടി മറയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അതൊരു ഉമ്മാര ഇതായിരിക്കാം, ഒരു ഉമ്മാര സ്നേഹത്തിൻ്റെ ആയിരിക്കാം. ഇടിയും കൊണ്ട് ഇത്രയും ഇടിയൊക്കെ കിട്ടിയിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് ബാക്കിൽ നിന്ന് പറയണത് ഓർമ്മയുണ്ട്.
വേറെ ഒന്നുമില്ല. പിന്നെ ഫർസാനെ ഉമ്മായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഫർസാനെ കൊണ്ടുവരാം, പോയി ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയുന്നതും ഓർമ്മയുണ്ട്. വേറെ ഒന്നും ഓർമ്മയില്ല. ഇറ്റിയല് കൊണ്ട് ഇങ്ങനെ തലയ്ക്ക് ടിഷ്കു 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 എന്നും പറഞ്ഞ് ഓടി നടന്നാണ്. ബൈക്ക് വീട്ടിൽ 2 തള്ളയും കൂടെ കൂട്ടി 3. തള്ള മരിച്ചില്ല എങ്കിൽ തന്നെ ഈ പെൺകുട്ടിയെ സൂക്ഷ അടിക്കുന്ന ഈ കണ്ണൊക്കെ അങ്ങ് തെറിച്ചു പോയി പല വഴിക്ക്. കണ്ണൊക്കെ ഇങ്ങാട്ടങ്ങായിപ്പോയി, മൊത്തത്തിൽ വികൃത കോലമായിപ്പോയി. ഉള്ളത് പറയാല്ല. എനിക്ക് അതൊക്കെ ആ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ഉമ്മ ഇതൊന്നും കണ്ടില്ലേ? ഈ പെൺകുട്ടി ഇതേ കണക്ക് വികൃത കോലമായിട്ട് ഈ മുഖം കിടക്കുന്നതെന്ന് ഉമ്മ കണ്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് പറയണു അമ്മ അങ്ങനെയൊന്നും ചെയ്യണ ഒരു മോനല്ലേരുന്ന്? ഈ ഒരു പെൺകുട്ടീനെ അടിച്ച് തകർത്തത്. അതിൻ്റെ ഉമ്മാക്കും പാപ്പാക്കും വേദനയില്ലേ? എൻ്റെ ഒരു സഹോദരനും ഉണ്ടല്ലോ, അതിനൊന്നും വേദനയില്ല. അവർക്ക് എന്ത് പ്രതീക്ഷ കാണും ഈ കുട്ടിയെ കൊണ്ട്? ആ കുട്ടിക്ക് എന്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു? അതെന്തുകൊണ്ട് ഓർമ്മിക്കാത്തത്? ആ പെൺകുട്ടി എന്തുകൊണ്ട് കൊന്ന്? ഈ സ്വർണം പണയം വെക്കാനായിട്ട് ഫർസാനയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ച് മാല. ഇതിന് പകരം ഫർസാനയുടെ വീട്ടുകാരെ ഫർസാനെ ബോധ്യപ്പെടുത്തണം എന്തോന്നാണ്, മാല വാങ്ങിച്ച് കഴുത്തിലിട്ട്, ആ മോഡൽ തന്നെ വാങ്ങിച്ച് കഴുത്തിലിട്ടതിന് ശേഷം അപ്പം വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. ഈ സ്വർണ്ണമാലയാണെന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ സ്വർണ്ണമാല അഫാന് പണയം വയ്ക്കാൻ കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി പറയുകയാണ് മാല പണയത്തിൽ നിന്ന് എടുത്ത് തരണം എന്ന് പറഞ്ഞു. പല ദിവസവും പറഞ്ഞു. അവസാനം കുട്ടി വീണ്ടും ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ കൊന്നത്. ലത്തീഫ് എന്ന് പറയുന്ന ആള് വീട് വിൽക്കാൻ സമ്മതിച്ചില്ല. വാപ്പ വീട് വിൽക്കണ കാര്യം പറഞ്ഞു, ആളുകളെ കൊണ്ടുവന്നു. അപ്പം ഈ ലത്തീഫ് എന്ന് പറയുന്ന ആള് തടസ്സം നിന്നെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ റഹീം എന്ന് പറയുന്ന ആള് നാട്ടിലുണ്ടെങ്കിൽ വിഷയമല്ല. ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവൻ തന്നെ അടിച്ചു തൂളിക്കും, ഇവനും ഇവൻ്റെ ഉമ്മായും കൂടി മൊത്തം നശിപ്പിക്കും എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഈ പാവം മനുഷ്യൻ ലത്തീഫ് എന്ന് പറയുന്ന ആള് വീട് വിൽക്കണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ആളിനെ കൊന്നത്. അയാളെ ഭാര്യ എന്തുകൊണ്ട് കൊന്ന്? ഇയാളെ കൊല്ലണത് ഈ ഭാര്യ കണ്ട്, ഭാര്യ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവനാണെന്ന് പറയും. അതുകൊണ്ട് അവരെയും കൊന്നു. വാപ്പുമ്മായ എന്തുകൊണ്ട് കൊന്നു? വാപ്പുമ്മാരുടെ അടുത്ത് സ്വർണം ചോദിച്ച്, വിൽക്കാനോ പണയം വയ്ക്കാനോ എന്തിനാണെന്ന് അറിയില്ല, സ്വർണം ചോദിച്ച് ഈ വാപ്പുമ്മ കൊടുക്കൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് വാപ്പുമ്മായെ തലക്കടിച്ച് കൊന്നത്. അപ്പം എല്ലെണ്ണത്തിനെയും കൊന്നു. നിരപരാധിയായ ഈ ഒരു കൊച്ചു പയ്യൻ, അവരെ മോൻ തന്നെ, കഷ്ടമല്ലേ അതിനെ കൊന്നത്? ഇവന് കൈ വിറയ്ക്കൂന്ന് പറയണ്, ഇവന് കൈ വിറയ്ക്കണ്. ഇവരെ എല്ലാവരെയും കൊന്നതിന് ശേഷം ഈ കുട്ടിയും കൊന്നിട്ട് ഇവന് ശരീരം തളച്ച വന്ന് അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവരെ ലിസ്റ്റിലുള്ളവരെയൊന്നും കൊല്ലാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ഇവൻ്റെ അപ്പാൻ്റെ ഉമ്മായ ഹാജരാക്കും കോടതിയിൽ. ഇവരിങ്ങനെയല്ലേ പറയണത്? പല മൊഴിയാണ് പറയണത്. ഈ മീഡിയക്കാരെ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊടും ക്രൂരതയാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ വാപ്പാക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഉമ്മ പറയണ എന്തോന്നാണ്, എനിക്ക് കാണണ്ട എൻ്റെ മോന എന്ന് പറഞ്ഞ, എൻ്റെ അവസാനെ കൊന്ന എൻ്റെ മോനെ എനിക്ക് കാണണ്ട. ഞാൻ ചോദിക്കട്ടെ, അവസാനം മാത്രമല്ലല്ലോ കൊന്നത്, ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ടല്ലേ കൊന്നത്? ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊന്ന, അങ്ങനെ വേണം പറയാൻ. ഈ കുട്ടിയെ കൊന്നതും ശരിയായില്ല എങ്കിൽ തന്നെ ആ ഒരു കുട്ടിയുടെ പേര് അവിടെ വരുന്നില്ല. അത് ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉമ്മായും വാപ്പായും സഹോദരനും. അവരെ മനസ്സെന്ത് പിടയ്ക്കുമെന്നറിയാം. ആ തന്ത അന്നോടൊന്ന് കൂലിവേലയ്ക്ക് പോയാണ് ആ കുടുംബം നോക്കണത്. ഇന്ന് ആരെങ്കിലും തിരക്കാനുണ്ടാ? ആ കുട്ടിയുടെ വീട്ടിൽ ഏതെങ്കിലും മീഡിയക്കാർ പോയാ? ആരും പോയില്ല. അതെന്തുകൊണ്ട് പോയില്ല? അതൊരു വലിയ ചോദ്യമാണ്. ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു മീഡിയക്കാർ അതിനുശേഷം ഈ കുട്ടിയെ തല്ലിക്കൊന്നിട്ട് അതിനുശേഷം ആ വീട്ടിലൊരു മീഡിയക്കാർ പോകെ സംസാരിക്കുക ചെയ്യുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ ഉമ്മായെ പോയൊന്ന് സമാധാനിപ്പിച്ചിട്ടില്ല, ആ വാപ്പായെ പോയി സമാധാനിപ്പിച്ചിട്ടില്ല. ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവർക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു.
അതെല്ലാം തല്ലി തകർത്തിട്ടോടോ അഫാനെ നീ കൊച്ചു കള്ള. എന്നിട്ട് നിനക്ക് പഠിക്കണോ അല്ലേ? നീ ഒരു സ്കൂൾ ബാഗൊക്കെ തൂക്കി അങ്ങോട്ട് ഇറങ്ങിക്കാണ്. വാട്ടർ ബോട്ടിലൊന്നും എടുക്കാൻ മറക്കല്ലേ കേട്ടാ. ബുക്കും പേന എല്ലാം സൂക്ഷിച്ച് വെച്ചോളണം ബാഗിനകത്ത്. ഇതെല്ലാം കൊണ്ടേ ഇറങ്ങാവൂ. അയ്യോ ചേട്ടാ, ഇപ്പം ഈ ഉമ്മ പറയുന്നുണ്ട് ഈ ഉമ്മാക്കാണ് കടവെന്ന്. എന്നിട്ട് ഫോൺ ആപ്പ് വഴി ലോൺ എടുത്ത് എത്രയെന്ന് ചോദിച്ചപ്പം അറിഞ്ഞൂടാ. പിള്ളേരോട് ചോദിക്കുന്നുണ്ട് എത്രയാണ് എടുത്തത്, അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ല, അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ കൊടുക്കും? അതെൻ്റെ ഭർത്താവ് അയക്കണേ എന്നും ബാക്കി അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് എന്തിരുന്ന് പലിശയ്ക്ക് എടുക്കണേന്നൊക്കെ 2000 വെച്ച് അടയ്ക്കും. അപ്പം ആരാണ് ഈ മോനെ പാഴിക്കളഞ്ഞത്? ഈ ജനങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മോനെ പാഴിക്കളഞ്ഞത് ആരാണ്? ഈ കുറേ കമൻറ്റുകൾ റുക്കി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുമല്ലോ, റുക്കിയ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. ഇവരൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ കൊലയാളികൾക്ക് കൂട്ടു നിൽക്കുന്നത്? കുറേ എണ്ണം കമൻ്റ് ഇടുന്നത്. മുത്തുമണി അഫാനെ, നീ ഇത്രയും എണ്ണത്തിന് നിമിഷങ്ങൾക്കകം, നീ 2 മണിക്കൂറിനിടയ്ക്കാണ് നീ ഓടി നടന്ന് നീ കൊന്നത്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മൊബൈൽ നീ മാറ്റി, ആ വീട്ടിലെ താക്കോല് നീ മാറ്റി. അവർക്കൊണ്ട് 2 പെൺമക്കൾ. ആ തന്ത അതങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണ്, വീട് വിൽക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവരെ കൊന്നത്. ഇപ്പം പലിശയ്ക്കല്ല അല്ലാതെ പൈസ ഓരോരുത്തർ കടം കൊടുത്തവർക്ക് കുറ്റം. അപ്പം തലേ ദിവസം ഞാനും മോനും കൂടി 50,000 രൂപ ചോദിക്കാൻ കുഞ്ഞുമാരെ വീട്ടിൽ പോയപ്പോൾ പറയണതാണ്. കുഞ്ഞുമാരെ വീട്ടിൽ പോയപ്പോൾ തന്നില്ല പൈസ. എന്തേര് നോട്ട് അച്ചടിക്ക്, എന്തൊരു മരം കുലിക്കണ മരോ, നോട്ട് എന്തൊരു കുലിക്കം പഞ്ഞോന്ന് വീഴോ, തന്നില്ല എന്ന് പറയാൻ. അതിന് മുമ്പ് എത്രയും പൈസ കൊടുക്കുക. പിന്നെ എന്നും ചെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ബാങ്കുകാർ വിളിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത്. ബാങ്കിൽ അത് നിയമം. ബാങ്കിലെന്ന് പറഞ്ഞാൽ മാസം തോറും പൈസ ലോൺ എടുത്തിട്ട് അടച്ചില്ലെന്നുണ്ടെങ്കിൽ 3-4-5 മാസമൊക്കെ ആവുമ്പം നോട്ടീസ് വരും. അത് കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കണം. ഇനി ഇത്രയും പൈസ അവിടെ നിന്ന് ആ മനുഷ്യന് അയക്കുന്നുണ്ടെന്ന് പറയണം. അല്ല, നിങ്ങളെയൊക്കെ ഈ സംസാരത്തിൽ കുറച്ചൊക്കെ ഈ ജനങ്ങളുണ്ടല്ലോ, ഈ മലയാളികൾ, ഈ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സംസാരങ്ങൾ അവിടെ അറ്റവും മൂലം. ഇനിയിപ്പോൾ കോടതിയിൽ ചെന്നിട്ട് പറയണേ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മോനെ സംരക്ഷിക്കാൻ, ദയവ് ചെയ്ത് മോനെ സംരക്ഷിക്കരുത്. കൊലയാളിയാണ്. ഈ 5 എണ്ണത്തിനെ കൊന്നതാണ്. അവൻ്റെ ലിസ്റ്റിൽ ഇനിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി 2-3 അവർ ബന്ധത്തിലുള്ളവരെയൊക്കെ കൊല്ലണമായിരുന്നെന്ന് പറഞ്ഞു. ഈ അഫാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞത്. ഇത് സംരക്ഷിക്കാൻ, ദയവ് ചെയ്ത് സംരക്ഷിക്കരുത് മകനാ. ഇത്രയും പൈസകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വാങ്ങിച്ച് ഇവന് കൊടുത്ത് അവനെ വഷളാക്കി. കാറും ബൈക്കും മൊബൈലുകളും, കൂടിയ മൊബൈലുകളും എല്ലാം വാങ്ങിച്ച് കൊടുത്ത് അവനെ വഷളാക്കിയിട്ട് ഇപ്പം പറയണ എന്തോന്നാണ്, ഒന്നും ഓർമ്മയില്ല. ശരിയായിരിക്കാം, ചിലപ്പോൾ തലയ്ക്ക് അടി കിട്ടിയതിൻ്റെ ഓർമ്മയായിരിക്കാം. എന്നാലും കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കണത് ഓർമ്മയുണ്ട്. പിന്നെ വന്നിട്ട് എന്തോ ചായ കുടിച്ചെന്ന് പറയണം. പിന്നെ സംശയം, അഫാൻ ചായയിൽ വല്ലതാ കലക്കി കൊടുത്താ, വല്ല മയക്കുമരുന്നാണ് കലക്കി കൊടുത്താ, അങ്ങനെയുള്ള സംശയങ്ങൾ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരുമല്ലോ. പിന്നെ കാണുന്നത് പോലീസ് വന്ന് കിടന്ന് ജനലിൽ അടിക്കണതാണ് കാണുന്നതെന്ന്. ഇത്രയും കൊല ചെയ്ത ഒരാളിനെ സംരക്ഷിക്കാൻ നോക്കരുത്. ആ പാവം മനുഷ്യൻ, ആ മനുഷ്യന് അതിൻ്റെതായ വേദനയുണ്ട് അവൻ്റെ വാപ്പാക്ക്. ഇനിയിപ്പം കോടതിയിൽ എല്ലാം ഇനിയിപ്പം തെളിവുകളെല്ലാം ഇനിയിപ്പം അങ്ങോട്ട് പോലീസ് അവിടെ ഹാജരാക്കും. അപ്പോഴിനി എന്തോന്നാണ് അപ്പാൻ പറയണത്? അപ്പാന് പഠിക്കണമെന്ന് പറയും. നമ്മളെ അഫാന് ചുറ്റിയല്ല, അഫാന് പഠിക്കണമെന്ന് പറയുമ്പോൾ അടിയിട്ട് കള്ളൻ കുഞ്ഞു വാവ മുത്തുമണി. അയ്യോ.